Welcome to Lash Class. BA English 4th സെമിസ്റ്റർ ജെൻഡർ പെർസ്പെക്റ്റീവ്സ് ഇൻ ലിറ്ററേച്ചറിലെ 5th ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഇന്റർസെക്ഷനാലിറ്റി എന്നൊരു കൺസെപ്റ്റും ജെൻഡർ ആൻഡ് കാസ്റ്റ് ഇന്റർസെക്ഷൻ എന്നൊരു കൺസെപ്റ്റുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വരുന്നത്. നമ്മളിവിടെ ഈ ചാപ്റ്ററിൻ്റെ പോയിന്റ് വൈസ് ആയിട്ടുള്ളൊരു സമ്മറിയും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. The concept of intersectionality was introduced by Kimberly Crenshaw in 1989 in demarginalizing the intersection of race and sex. അപ്പോൾ ഇന്റർസെക്ഷനാലിറ്റി എന്നൊരു കൺസെപ്റ്റ് കിംബർലെ ക്രിൻഷോ എന്നൊരു സ്കോളറാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അവരുടെ ഡീമാർജിനലൈസിങ് ദി ഇന്റർസെക്ഷൻ ഓഫ് റേസ് ആൻഡ് സെക്സ് എന്ന ഒരു ബുക്കിനകത്ത് ഈ റേസ്, സെക്സ് തുടങ്ങിയിട്ടുള്ള സോഷ്യൽ ഐഡന്റിറ്റീസ് എങ്ങനെയാണ് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്താണ് അവർ ഈ ഇന്റർസെക്ഷനാലിറ്റി എന്നൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. It explains how multiple social identities such as gender, caste, race and class intersect. ഇന്റർസെക്ഷനാലിറ്റി എന്ന കൺസെപ്റ്റിന്റെ ബേസ് എന്ന് പറയുന്നത് ഒരാളുടെ സോഷ്യൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സ് കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നതാണ്. അത് നമുക്കറിയാം, ജെൻഡർ, അയാൾ സ്ത്രീയാണോ പുരുഷനാണോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ള കാര്യം, അവരുടെ പ്രായം, അതുപോലെ തന്നെ അവരുടെ മറ്റ് ഡെമോഗ്രാഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവർ നഗരത്തിലാണോ ഗ്രാമത്തിലാണോ താമസിക്കുന്നത്, അതല്ല അവരൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണോ അല്ലെങ്കിൽ ഒരു ലോ ക്ലാസ് ഇൻകം ഉള്ള ഒരു ഫാമിലിയിലാണോ തുടങ്ങിയിട്ടുള്ള വിവിധ കാര്യങ്ങൾ അവരുടെ സോഷ്യൽ ഐഡന്റിറ്റിയെ ഷേപ്പ് ചെയ്യുകയും അതിനനുസരിച്ച് തന്നെ അവർക്ക് ലൈഫ് എക്സ്പീരിയൻസ് അതിനനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇന്റർസെക്ഷനാലിറ്റി എന്നൊരു കൺസെപ്റ്റിനകത്ത് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അമേരിക്കക്കകത്തുള്ള ഒരു സ്ത്രീയുടെ പ്രശ്നമായിരിക്കില്ല ഒരു പക്ഷേ ഇന്ത്യയിലെ ഒരു സ്ത്രീ അനുഭവിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും ഒരു പക്ഷേ ആഫ്രിക്കയിലെ ഒരു സ്ത്രീ അനുഭവിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു നഗരത്തിലെ, ഗ്രാമത്തിലെ, അതുപോലെ തന്നെ ഒരു മിഡിൽ ഇൻകം അല്ലെങ്കിൽ ഒരു ലോ ഇൻകം വരുന്ന ഫാമിലീസ്, ഇത്തരത്തിൽ വിവിധ ഫാക്ടേഴ്സ് ഒരാൾക്ക് സമൂഹത്തിനകത്ത് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം പ്രിവിലേജസ് അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന കാര്യത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോഷ്യൽ ഇക്വാലിറ്റി അല്ലെങ്കിൽ സാമൂഹിക സമത്വം എന്നൊരു വിഷയം പരിഗണിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പരിഗണിക്കണം എന്നുള്ളതാണ് ഇന്റർസെക്ഷനാലിറ്റി എന്ന കൺസെപ്റ്റിനകത്ത് പറയുന്നത്. Systems of oppression like sexism and casteism operate together, not independently. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെക്സിസം, അതായത് ലിംഗവിവേചനം, അതുപോലെ തന്നെ കാസ്റ്റിസം, ജാതി വിവേചനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിനകത്തുള്ള പ്രശ്നങ്ങളാണ് നമുക്കറിയാം. എന്നാൽ ഇവ ഒറ്റപ്പെട്ട പ്രശ്നങ്ങളല്ല, പലപ്പോഴും ഇവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുമെന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രാമത്തിലെ ജീവിതാനുഭവവും ഒരു നഗരത്തിലെ ജീവിതാനുഭവവും വ്യത്യസ്തമാകുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ സോഷ്യൽ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ഈ സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റിനകത്ത് പറയുന്നത്. These overlapping systems create compounded and distinct experiences of discrimination. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ ഇനീക്വാലിറ്റി അല്ലെങ്കിൽ സാമൂഹിക അസമത്വം എന്ന് പറയുന്നത് ഓരോ ആളുകളും വ്യത്യസ്ത രീതിയിലായിരിക്കും അനുഭവിക്കുന്നുണ്ടായിരിക്കുക. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് പോവുകയാണ്. ഒരു നഗരത്തിലെ ഒരു സ്ത്രീ നേരിടുന്ന പ്രശ്നങ്ങളായിരിക്കില്ല ഒരു പക്ഷേ ഒരു ഗ്രാമത്തിലെ സ്ത്രീ നേരിടുന്ന പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു നഗരത്തിലെ പുരുഷന്റെയും ഒരു ഗ്രാമത്തിലെ പുരുഷന്റെയും പ്രശ്നങ്ങളുടെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ കാസ്റ്റ്, ക്ലാസ് തുടങ്ങിയിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഓരോ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇവയെല്ലാം എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം പരിഗണിച്ചുകൊണ്ട് ഇത്തരം സോഷ്യൽ ഇനീക്വാലിറ്റിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഇന്റർസെക്ഷനാലിറ്റി എന്ന കൺസെപ്റ്റിനകത്ത് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് വരുന്നത് ജെൻഡറും കാസ്റ്റും തമ്മിലുള്ള ഇന്റർസെക്ഷൻ ആണ്. അതിലാദ്യം തന്നെ നമ്മൾ ജെൻഡർ എന്താണ്, കാസ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് പറയുന്നത്. Gender refers to socially constructed roles and expectations for men and women. ജെൻഡർ എന്ന് പറയുന്നത് ആളുകളെ മെയിൽ, ഫീമെയിൽ എന്ന് വേർതിരിക്കുന്നത് മാത്രമല്ല, മറിച്ച് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സമൂഹം സ്ത്രീകളും പുരുഷന്മാരും എങ്ങനെ പെരുമാറണം എന്ന് സംബന്ധിച്ചിട്ടുള്ള സമൂഹത്തിന്റെ എക്സ്പെക്ടേഷൻസിനെയാണ് നമ്മൾ ജെൻഡർ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിക്കകത്ത് പുരുഷന്മാരെ സംബന്ധിക്കുന്ന സങ്കല്പം എന്ന് പറയുന്നത് ഒരു 10-18 വയസ്സ് കഴിയുമ്പോഴേക്കും അവർ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയിട്ട് വീട്ടിലേക്ക് പണം സമ്പാദിച്ചു കൊണ്ടുവരിക, വീട് സപ്പോർട്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള പ്രഷേഴ്സാണ് പുരുഷന്മാരെ സംബന്ധിച്ചിട്ടുള്ളത്. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവർ വിവാഹം കഴിച്ച് കുടുംബമായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ജീവിക്കുക എന്ന തരത്തിലാണ് സമൂഹത്തിനകത്ത് പൊതുവെ ഒരു സങ്കല്പമുള്ളത്. അപ്പോൾ അത്തരത്തിൽ സമൂഹം ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കണക്കാക്കി വയ്ക്കുന്ന സങ്കല്പങ്ങളെയാണ് നമ്മൾ ജെൻഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
Patriarchal societies subject women to discrimination, violence and economic marginalization. ഇനി ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ജെൻഡർ റോൾസ് എല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുരുഷന്മാരായിട്ടുള്ള ആളുകൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ജോലി നേടാനും സമ്പാദിക്കാനുമുള്ള ഒരു പ്രഷറൊക്കെ ഉണ്ടാവും. അവർക്ക് ഒരു പക്ഷെ പഠിക്കാനുള്ള അവസരമൊക്കെ അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം. ഇനി സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ വിവാഹിതരാവാനും ഒരു കുടുംബം നോക്കാനും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനും തരത്തിലുള്ള പ്രഷേഴ്സ് ഒക്കെ ഉണ്ടാവാം. അതിന്റെ ഭാഗമായിട്ട് ഒരു എക്കണോമിക് മാർജിനലൈസേഷൻ സംഭവിക്കാം. അതായത് ഇങ്ങനെ സ്ത്രീകൾക്ക് ജോലിക്ക് പോകുന്ന ഒരു അവസരമൊക്കെ കുറവാകുന്ന സാഹചര്യത്തിൽ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ അല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ ആശ്രയിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ വാർത്തകളിലൊക്കെ പലപ്പോഴും കാണുന്നതാണ് സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു ജെൻഡറിന്റെ ബേസിൽ സമൂഹത്തിനകത്ത് നടക്കുന്നുണ്ട്. കാസ്റ്റ് ഈസ് എ റിജിഡ് ബർത്ത് ബേസ്ഡ് ഹൈറാർക്കി എസ്പെഷ്യലി പ്രൊമിനന്റ് ഇൻ ഇന്ത്യ. ഇനി കാസ്റ്റ് എന്ന് പറയുന്നത് ജാതി നമുക്ക് അറിയുന്ന ഒരു സങ്കല്പമാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇത് വളരെ വ്യാപകമാണ്. ഇത് മതത്തിന് പുറമെ ജന്മനാ ലഭിക്കുന്ന ഒരു സോഷ്യൽ ഐഡന്റിറ്റി എന്ന രീതിയിലാണ് പണ്ട് കാലങ്ങളിൽ ഇത് ആളുകൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് നിലനിന്നിരുന്നത്. അതായത് ഒരു ജാതിയിൽ പെട്ടിട്ടുള്ള ആളുകൾ ആ ജാതിയിൽപ്പെട്ട ആളുകളുടെ തൊഴിലുകളൊക്കെയാണ് കുലത്തൊഴിൽ എന്ന രീതിയിലൊക്കെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ അതിന് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആളുകൾ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരേ ജാതിയിൽ നിന്ന് പെട്ട ആളുകൾ തന്നെ വിവാഹം കഴിക്കുക, അതുപോലെ തന്നെ ചില ജാതികൾ വലുതാണ്, ചില ജാതികൾ ചെറുതാണ് തുടങ്ങിയിട്ടുള്ള വിവേചനങ്ങൾ നടക്കുക. ഈ അടുത്ത കാലത്ത് ഒരു ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടായിരിക്കും, ഒരു വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ടിട്ട് ജാതി അധിക്ഷേപം നേരിട്ടതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഒരുപാട് പുരോഗമനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരം വിഷയങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും നമുക്ക് കേൾക്കാവുന്നതാണ്. അപ്പോൾ അതാണ് നമുക്ക് ജാതിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദ കാസ്റ്റ് സിസ്റ്റം ഡിറ്റർമിൻസ് സോഷ്യൽ സ്റ്റാറ്റസ്, ഒക്യുപ്പേഷൻ ആൻഡ് മൊബിലിറ്റി. നേരത്തെ പറഞ്ഞ പോലെ ആദ്യകാലങ്ങളിൽ ഒക്യുപ്പേഷൻ തൊഴിലുമായിട്ട് കൂടി ബന്ധപ്പെട്ട് ഒന്നായിരുന്നു. ഇപ്പം അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ഒരു മാറ്റം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസ് പറയുന്നത് ചില ജാതികൾ വലുതാണ് ചെറുതാണ് തുടങ്ങിയിട്ടുള്ള വിവേചനങ്ങളൊക്കെ സമൂഹത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ദളിത്സ് placed at the bottom have historically faced exclusion and violence. ഇതിൽ തന്നെ ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ട് വരുന്ന ദളിത് കമ്മ്യൂണിറ്റി നമുക്ക് സോഷ്യൽ സയൻസിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരിക്കും. പണ്ട് നമ്മുടെ നാട്ടിൽ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ തുടങ്ങിയിട്ടുള്ള പല അനാചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജാതിയുടെ പേരിൽ. അപ്പോൾ അത്തരത്തിൽ ഇതുപോലെ ജാതിയുടെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കുക, അതുപോലെ തന്നെ മറ്റ് അവകാശങ്ങൾ നിഷേധിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ മുമ്പ് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പുരോഗമനം ഉണ്ടായിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ജാതിയുടെ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലാണ് ജാതി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്തത് കാസ്റ്റിന്റെയും ജെൻഡറിന്റെയും ഇന്റർസെക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജെൻഡർ ആൻഡ് കാസ്റ്റ് ഇന്ററാക്ട് ഇൻ കോംപ്ലക്സ് വൈസ് റദർ ദാൻ ഫങ്ഷനിങ് സെപ്പറേറ്റ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്, മറിച്ചതെല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ആളുകൾക്ക് കൊടുക്കുന്നത്. വിമൻ ഫ്രം ലോവർ കാസ്റ്റ് എക്സ്പീരിയൻസ് ഒപ്രഷൻ ദാറ്റ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ത്രൂ ജെൻഡർ ഓർ കാസ്റ്റ് അലോൺ. അപ്പോൾ ജെൻഡറിനെയും കാസ്റ്റിന്റെയും ഒരു ഇന്റർസെക്ഷൻ ആയിട്ട് നമ്മൾ കാണുന്നത് ഈ ലോവർ കാസ്റ്റിൽ വരുന്ന ഈ ഫീമെയിൽ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഈ ലിംഗവിവേചനം എന്നുള്ള ഒരു പ്രശ്നം അവർ നേരിടുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ജാതി വിവേചനം എന്ന പ്രശ്നവും അവർ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ ഒരുമിച്ച് നേരിടുന്ന സിറ്റുവേഷനാണ് ഈ ഒരു ജെൻഡർ കാസ്റ്റ് ഇന്റർസെക്ഷൻ കൊണ്ട് സംഭവിക്കുന്നതെന്ന് പറയുന്നു. Dalit women face intensified vulnerability due to their combined social positions. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് കാര്യങ്ങൾ, ഈ ഒരു ജാതി വിവേചനം അതിൻ്റെ കൂടെ തന്നെ ലിംഗവിവേചനം എന്നീ രണ്ട് പ്രശ്നങ്ങളും കൂടുതൽ ഒപ്രസീവായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാക്കുന്നതിന് കാരണമാവുന്നു. The marginalization is qualitatively different from that of upper caste women or lower caste men. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന രീതിക്കകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു അമേരിക്കയിലെ സ്ത്രീകൾക്കും ഇന്ത്യയിലെ സ്ത്രീകൾക്കും ആഫ്രിക്കയിലെ സ്ത്രീകൾക്കും വ്യത്യസ്ത അനുഭവങ്ങളാണുള്ളതെന്ന് പറഞ്ഞതുപോലെ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള സ്ത്രീകൾക്കും നമ്മുടെ പാട്രിയാർക്കൽ സൊസൈറ്റിക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങളും മറ്റൊക്കെ നേരിടേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണ് ലോവർ കാസ്റ്റ് വിമൻ അല്ലെങ്കിൽ ഒരു വില്ലേജ് ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഈ ജാതി വിവേചനത്തിന്റെ പ്രശ്നങ്ങൾ പുരുഷന്മാർ നേരിടുന്നുണ്ട്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഇത് രണ്ടും കൂടി നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് അവർക്ക് ഉണ്ടാക്കുന്നതിന് കാരണമാകും. സോ ബേസിക്കലി നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് ഈ ജെൻഡറിന്റെയും കാസ്റ്റ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഒരേ സമയത്ത് ജാതി വിവേചനവും അതേ സമയത്ത് തന്നെ
തന്നെ ഈ ഒരു ലിംഗവിവേചനവും രണ്ടും കൂടി നേരിടേണ്ടി വരുന്ന തരത്തിലുള്ള ഒരു ഒപ്രസീവ് ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ ജെൻഡറിന്റെയും കാസ്റ്റിന്റെയും ഇന്റർസെക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡുവൽ ഒപ്രഷൻ ആണ് ഈ ഇന്റർസെക്ഷനാലിറ്റിയിൽ നമ്മൾ ജെൻഡറും കാസ്റ്റും ബേസ് ചെയ്തുകൊണ്ട് കാണുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇനി പറയുന്നത്. ദളിത് വിമൻ എക്സ്പീരിയൻസ് ബോത്ത് കാസ്റ്റ് ബേസ്ഡ് ആൻഡ് ജെൻഡർ ബേസ്ഡ് വയലൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടും ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള വയലൻസ് ഇവർ നേരിടേണ്ടി വരുന്നു. സെക്ഷൽ വയലൻസ് ഈസ് ഓഫ്റ്റൻ യൂസ്ഡ് ബൈ അപ്പർ കാസ്റ്റ് മെൻ ടു റീഇൻഫോഴ്സ് കാസ്റ്റ് ഹൈറാർക്കീസ്. ഇനി സെക്ഷൽ വയലൻസ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ തന്നെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ്. ഇനി ഒരു ഇന്റർസെക്ഷനാലിറ്റിയിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷനും കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും ഒരുമിച്ച് അനുഭവിക്കുന്ന ആളുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലാണ് എന്നാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നതെന്ന് പറയുന്നു. ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഈ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. അതായത് ഇപ്പോൾ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ആളുകൾ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ മറ്റുമൊക്കെ അവരെ അടിച്ചമർത്താൻ കഴിയുമെന്ന രീതിയിലുള്ള തോന്നലുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അതുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളൊക്കെ നമ്മൾ പല മാധ്യമങ്ങളിലും കാണുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ജെൻഡറിന്റെയും കാസ്റ്റിന്റെയും ഒരു ഇന്റർസെക്ഷൻ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എന്ന് പറയുന്നു. Access to justice is limited due to institutional bias in law enforcement and the judiciary. അതുപോലെ തന്നെ നിയമസഹായം നേരിടുന്നതിലും നേരത്തെ സൂചിപ്പിച്ച പോലെ സാമൂഹിക പശ്ചാത്തലത്തിന്റെയും അതുപോലെ തന്നെ സാമ്പത്തിക പശ്ചാത്തലത്തിന്റെയും കുറവുകൾ കൊണ്ട് അവിടെ ഡിസ്ക്രിമിനേഷൻ നേരിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാം എന്ന് പറയുന്നു. എക്കണോമിക്കലി ദളിത് വിമൻ ആർ കൺഫൈൻഡ് ടു ലോ പെയ്ഡ് ഇൻസെക്യൂർ വർക്ക്. ഇനി സാമ്പത്തികമായിട്ട് എടുക്കുകയാണെങ്കിൽ പലപ്പോഴും വേതനം കുറവുള്ള ജോലികൾ ചെയ്യേണ്ട സാഹചര്യം ഇവർക്ക് ഉണ്ടാവുന്നു. അതിൽ തന്നെ നമുക്ക് അറിയാം നമ്മുടെ സമൂഹത്തിനകത്ത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന സംവിധാനം ഇപ്പോഴും പലയിടത്തും നിലവിൽ വന്നിട്ടില്ല. അതായത് ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും വ്യത്യസ്ത കൂലി കൊടുക്കുന്ന സാഹചര്യമൊക്കെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. അപ്പൊ അതിൽ തന്നെ ഈ ഒരു ലോ പെയ്ഡ് വർക്ക് ചെയ്യുക, അതിൽ തന്നെ പുരുഷന്മാരെക്കാൾ കുറവ് വേതനം ലഭിക്കാൻ തുടങ്ങിയ രീതിയിൽ ഒരു ഡബിൾ ഒപ്രഷൻ ഒക്കെ എക്കണോമിക്കലി നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് കാണാൻ വേണ്ടി സാധിക്കുമെന്ന് പറയുന്നു. ജെൻഡർ റോൾസ് ഫർദർ റിസ്ട്രിക്ട് ദെയർ എക്കണോമിക് മൊബിലിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഇനി പൊതുവിൽ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിനകത്ത് ഈ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിക്കകത്ത് സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കണം എന്നുള്ള ഒരു മനോഭാവമുള്ള ആളുകളാണ് എല്ലാവരും എന്ന് നമ്മൾ പറയുന്നില്ല, കുറേയൊക്കെ ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഫ്രീഡം ഇല്ലാത്ത സിറ്റുവേഷൻ രണ്ടും കൂടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഒപ്രസീവ് ആയിട്ടുള്ള സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും എന്നതിലാണ് പറയുന്നത്. ഓക്കെ, ഇത് പറഞ്ഞു വെക്കുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ പല മാറ്റങ്ങളും പണ്ടത്തെ അതിനെ അപേക്ഷിച്ച് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഈ പ്രശ്നങ്ങളൊന്നും പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത്. അടുത്തത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ മാർജിനലൈസേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദളിത് വിമൻ ആർ എക്സ്ക്ലൂഡഡ് ഫ്രം കൾച്ചറൽ, റിലീജിയസ് ആൻഡ് കമ്മ്യൂണിറ്റി സ്പേസസ്. അതായത് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള മേഖലയിൽ നിന്ന് ഇവർ മാറ്റി നിർത്തപ്പെടുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പൊതുവിൽ ഇത്തരം മേഖലകളിൽ ഒരു പുരുഷ ആധിപത്യം അല്ലെങ്കിൽ പുരുഷ മേധാവിത്വമാണുള്ളത്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് വരുന്ന സമയത്ത് കൂടുതലും ഇവര് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് പറയുന്നു. അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോഷ്യൽ ഓസ്ട്രാസിസം റീഇൻഫോഴ്സസ് ദെയർ ഇൻഫീരിയർ സ്റ്റാറ്റസ് ഇൻ ബോത്ത് സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ലൈഫ്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിളിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് കഴിഞ്ഞ സെമിസ്റ്ററിനകത്ത് VAC-ക്കകത്ത് ദ ഡാൻസർ ഓഫ് കണ്ണൂർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും. അതിനകത്ത് തെയ്യം ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു ലോവർ കാസ്റ്റ് പേഴ്സന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ അവിടെ നമ്മൾ കണ്ടു ഈ ഒരു കൾച്ചറൽ അതുപോലെ തന്നെ ഈ കമ്മ്യൂണൽ ആയിട്ടുള്ള സ്പേസുകൾക്കകത്ത് ഈ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ വരുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ലോവർ കാസ്റ്റ് വിമൻ എന്നുള്ള ഒരു അവസ്ഥ കൂടി വരുന്ന സമയത്ത് കൂടുതലായിട്ട് ഇത്തരം സ്പേസുകളിൽ യാതൊരു ഇടവും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ സ്വയം അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ചെറുതാണ്, ഇങ്ങനെ മാറിയിരിക്കേണ്ടവരാണെന്ന് തോന്നുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നതാണ് ഈ ഒരു സോഷ്യൽ ഓസ്ട്രാസിസം ഈ ഒരു ഇൻഫീരിയർ സ്റ്റാറ്റസ് റീഇൻഫോഴ്സ് ചെയ്യുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേ ഓഫ്റ്റൻ ലാക്ക് റെപ്രസെന്റേഷൻ വിത്തിൻ മെയിൻ സ്ട്രീം ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സ്. ഇനി പലപ്പോഴും മുഖ്യധാര മൂവ്മെന്റുകളിൽ മെയിൻ സ്ട്രീം ഫെമിനിസ്റ്റ് മൂവ്മെന്റുകളിൽ ഇവിടെ റെപ്രസെന്റേഷൻ ഉണ്ടാവാറില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ഫെമിനിസ്റ്റ് മൂവ്മെന്റുകൾക്കകത്ത് ഒരു മിഡിൽ ക്ലാസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയപ്പെടുന്നത്. അതായത് ഈ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ലോവർ കാസ്റ്റ് കമ്മ്യൂണിറ്റിയിലോ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നതിന് പകരം കൂടുതലും ഈ ഒരു
മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളാണ് ഇത്തരം മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളാണ് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ ആരെ അധിക്ഷേപിക്കുകയോ ആക്ഷേപിക്കുകയോ ഒന്നുമല്ല. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള പല ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. സോ ഇവിടെ പൊതുവിലുള്ള ഒരു നിരീക്ഷണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. പലപ്പോഴും ഇത്തരം മൂവ്മെന്റ്സ് എല്ലാം ഒരു മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് ഈ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ഈ സോഷ്യൽ മൊബിലിറ്റിയിൽ പുറകിൽ നിൽക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും മെയിൻ സ്ട്രീമിലേക്ക് വരാറില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പർ കാസ്റ്റ് ഫെമിനിസം ആസ് ഹിസ്റ്റോറിക്കലി ഓവർലുക്ക്ഡ് കാസ്റ്റ് സ്പെസിഫിക് കൺസേൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു അപ്പർ കാസ്റ്റ് മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സ്, അതായത് ഇപ്പോൾ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്ന സമയത്ത് പോലും അതിനകത്ത് ഓഫീസ് വർക്കുകളോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ജോലികളോ ഫോക്കസ് ചെയ്തുകൊണ്ട് തരത്തിലുള്ള മൂവ്മെന്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഈ താഴെ തട്ടിലുള്ള നിത്യവേതനം വാങ്ങുന്ന ജോലികൾക്കിടയിൽ ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സ് ഉണ്ടാവുന്നത് നമ്മൾ അധികം കാണുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ, അതായത് ഇത്തരം മൂവ്മെന്റ്സും പലപ്പോഴും ഒരു മിഡിൽ ക്ലാസ് ഫോക്കസ്ഡ് ആയിട്ടാണ് നിൽക്കാറുള്ളത് എന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്നത്. ദളിത് വിമൻ ഹാവ് ദെയർഫോർ ക്രിയേറ്റഡ് ഇൻഡിപെൻഡന്റ് ഫോംസ് ഓഫ് ആക്ടിവിസം. അതുകൊണ്ട് തന്നെ ദളിത് വിമൻ അവരുടേതായിട്ടുള്ള മൂവ്മെന്റ്സ് ഈ മുഖ്യധാര മൂവ്മെന്റ്സിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നടത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ പൊതുവിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് ഒരു വ്യക്തി നേരിടുന്ന സോഷ്യൽ ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ സാമൂഹിക അസമത്വം എന്ന് പറയുന്നത് പല ഘടകങ്ങൾ കൊണ്ട് സ്വാധീനിക്കപ്പെടുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതിനകത്ത് കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ തുടങ്ങിയിട്ടുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സോഷ്യൽ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഇതെല്ലാം കൂടി പരിഗണിക്കണം എന്നുള്ളൊരു പോയിന്റാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞു വയ്ക്കുന്നത്. അഡ്രസ്സിങ് ജെൻഡർ ഓർ കാസ്റ്റ് ഇൻ ഐസൊലേഷൻ ഈസ് ഇൻസഫിഷ്യന്റ് ഫോർ സോഷ്യൽ ജസ്റ്റിസ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ കാസ്റ്റിനെയോ ജെൻഡറിനെയോ മാത്രം ഒറ്റയ്ക്ക് അഡ്രസ്സ് ചെയ്യുന്നതിനേക്കാളും ഇത് കോംപ്ലക്സ് ആയിട്ട് വരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് രീതിയിൽ കണക്കാക്കേണ്ടതുണ്ടെന്ന് പറയുന്നു. പോളിസീസ് മസ്റ്റ് റെക്കഗ്നൈസ് ദി കോമ്പൈൻഡ് ഇമ്പാക്ട് ഓഫ് ജെൻഡർ ആൻഡ് കാസ്റ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഇത്തരം ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് ഇതിനുണ്ടാവുന്നത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പോളിസീസ് വേണം ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നു. പോളിസീസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് കെയർ, എംപ്ലോയ്മെന്റ്, എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കറിയാം. റിസർവേഷൻ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സബ്സിഡികൾ, അതല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള സഹായങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ചെയ്യാൻ എന്ന രീതിയിലാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് എംപ്ലോയ്മെന്റ് ഇനീഷ്യേറ്റീവ് ഷുഡ് ബി കാസ്റ്റ് ആൻഡ് ജെൻഡർ സെൻസിറ്റീവ്. അപ്പോൾ ഇത്തരത്തിൽ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടും ജെൻഡർ ബേസ്ഡ് ആയിട്ടും സോഷ്യൽ ഇനിക്വാലിറ്റി അനുഭവിക്കുന്ന ആളുകളെ അഡ്രസ് ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ലീഗൽ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ബി റീഇൻഫോംഡ് ടു എൻഷുർ ജസ്റ്റിസ് ആൻഡ് പ്രൊട്ടക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പോളിസീസ് ഒക്കെ നിർമ്മിക്കുന്ന സമയത്ത് അതുപോലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്തൊക്കെ ഈ ഒരു ഘടകം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള പോളിസീസ് ഒക്കെ വേണം നിർമ്മിക്കുക എന്ന് പറയുന്നു. ഗെറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ലോവർ കാസ്റ്റ് വിമൻ ഇൻ ലീഡർഷിപ്പ് ഈസ് എസെൻഷ്യൽ. സോ അതുകൊണ്ടാണ് ഈ ഒരു കാസ്റ്റ് ബേസ്ഡ് ആയിട്ടും ജെൻഡർ ബേസ്ഡ് ആയിട്ടും ഉള്ള റെപ്രസെന്റേഷൻ നമുക്ക് വേണമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് കേരളത്തിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കേരളത്തിനകത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും റിസർവേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് 50% സീറ്റുകൾ വനിതകൾക്ക് സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ആ സംവരണം ചെയ്യപ്പെട്ടുള്ള സീറ്റുകൾക്കകത്ത് തന്നെ ഈ ലോവർ കാസ്റ്റ് വിമൻ അല്ലെങ്കിൽ SC വിമൻ എന്ന രീതിയിൽ പ്രത്യേകം സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള മണ്ഡലങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സോഷ്യൽ ഇക്വാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള പോളിസീസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എക്സാമ്പിൾ പോലെ അത് ഒരേ സമയത്ത് തന്നെ ജെൻഡർ സെൻസിറ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ കാസ്റ്റ് സെൻസിറ്റീവ് ആയിരിക്കണം എന്ന രീതിയിൽ അത്തരത്തിലുള്ള പോളിസീസ് ഒക്കെ വേണമെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിലെയും അതുപോലെ തന്നെ മറ്റ് ചാപ്റ്റേഴ്സിലെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് PDF ആയിട്ട് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടും വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.